ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് ഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: minimize z is equal to 600x1 plus 400x2 subject to constraints. First one, 4x2 minus 6x1 less than or equal to 48. Then second one, 3x1 plus 4x2 greater than or equal to 24. And C, 3x1 minus 5x2 less than or equal to 30. Then also x1 is equal to greater than or equal to 4. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ LPP യുമായി ബന്ധപ്പെട്ട് നടത്തണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ LPP പ്രോബ്ലം ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് ടേബിൾ ബേസ് ആയിട്ട് മാറ്റി കൊടുക്കുകയാണ്. അതായത് തന്നിരിക്കുന്നത് മിനിമൈസ് z is equal to 600x1 plus 400x2 എന്നായിരുന്നു. കൺസ്ട്രെയിൻസ് തന്നത് എന്തൊക്കെയായിരുന്നു? 3 കൺസ്ട്രെയിൻസ് ആയിരുന്നു. മൈനസ് 6x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 ആണ്. ഇവിടെ തന്നത് ആദ്യം 4x2 ആയിരുന്നു, അതിനെ ഞാൻ ഈ ഓർഡറിലേക്ക് മാറ്റി കൊടുത്തതാണ്. ദെൻ രണ്ടാമത് 3x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ആണ്. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാനും അതേപോലെ തന്നെ ലെസ് ദാനും വരുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റീപ്ലേസ് ഇനീക്വാളിറ്റീസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു, ഈക്വൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് minus 6x1 plus 4x2 is equal to എന്ത് വരും? 48. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ആയിട്ട് മാറ്റുന്നു എല്ലാത്തിനെയും. അപ്പൊ ഇവിടെ ഈക്വൽ ടു 24 ഈക്വൽ ടു 30 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, അതേപോലെ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നു, x1 ഈസ് ഈക്വൽ ടു 4 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ഇനീക്വാളിറ്റീസ് എന്ന കോളത്തിൽ കൊടുത്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി വിൽ ഫൈൻഡ് ഔട്ട് x1 ആൻഡ് x2. x1ന്റെ വാല്യൂവും x2ന്റെ വാല്യൂവും കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ടു ഫൈൻഡ് ഔട്ട് x1 എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x2 ഈസ് ടേക്കൺ ആസ് 0. x2 എന്നതിന് നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? x1ന്റെ വാല്യൂ കിട്ടും. അതായത് ഇവിടെ എങ്ങനെ വരും? മൈനസ് 6x1 4 into 0 എന്ന് പറയുമ്പോൾ ഇത് 0 ആയി പോകും. ഈക്വൽ ടു 48 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ മൈനസ് 6 എന്ന് കിട്ടും. 48 ഡിവൈഡ് ബൈ മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 8 ആണ്. ദാറ്റ് ഈസ് ആൻസർ വിൽ ബി മൈനസ് 8 എന്ന് വരും. ദെൻ ടു ഗെറ്റ് x2യുടെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? x1ന് 0 കൊടുക്കണം. അപ്പൊ മൈനസ് 6 into 0 എന്ന് പറയുന്നത് അത് 0 ആയി പോകുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 4x2 ഈസ് ഈക്വൽ ടു 48. That is x2 is equal to 48 divided by 4. That is equal to 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ നമ്മൾ ഓരോന്നിന്റെയും വാല്യൂസിനെ x1ന്റെയും x2ന്റെയും വാല്യൂ കണ്ടെത്തുന്നു. ഇവിടെ നമ്മൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇവിടെ x1ന്റെ വാല്യൂ കണ്ടെത്താൻ x2 എന്നതിന് 0 കൊടുക്കും. 4 into 0 എന്ന് പറയുന്നത് 0 ആയി പോകുന്നു. അപ്പൊ 3x1 is equal to 24 എന്ന് വരും. അപ്പൊ x1 is equal to 24 divided by 3. That is equal to എത്ര ആൻസർ കിട്ടും? 8 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ x2ന്റെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്യണം? x1ന് 0 എടുക്കുന്നു. അപ്പൊ 4x2 is equal to 24 എന്ന് വരും. x2 is equal to 24 divided by 4. That is equal to 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ ഇവിടെയും കൊടുക്കുന്നു. 3x1 മൈനസ് എന്താണ്? 5x2 is equal to 30 ആണ്. അപ്പൊ ഇവിടെ ഇതിന് 0 എടുക്കുന്നു, അതായത് x2 എന്നതിനെ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 3x1 is equal to 30 എന്ന് വരും. That is x1 is equal to 30 divided by that is equal to 10 എന്ന് ആൻസർ കിട്ടും. ദെൻ അടുത്തത് മൈനസ് 5x2 is equal to 30 എന്നാണ് വരിക. അതായത് ഇതിനെ 0 ആയിട്ട് എടുക്കുന്നു. x1 0 ആയിട്ട് എടുക്കുമ്പോൾ മൈനസ് 5x2 is equal to 30 ആണ്. അപ്പൊ x2 is equal to 30 divided by minus 5. That is equal to minus 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് x1 ആൻഡ് x2 വാല്യൂ കണ്ടെത്തുന്നത്. നമ്മൾ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് ഇത് നമ്മൾ കറക്റ്റ്ലി കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്തരത്തിലൊരു ടേബിൾ വരച്ചുകൊണ്ട് x1 വാല്യൂ ആൻഡ് x2 വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? x ആക്സിസ് y ആക്സിസ് വെച്ചുകൊണ്ട് ഒരു ഡയഗ്രാം വരക്കുന്നു, ഒരു ഗ്രാഫ് വരക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റനിൽ മൈനസ് വരുന്നുണ്ട്. അപ്പൊ മൈനസ് x1ലും വരുന്നുണ്ട്, x2ലും വരുന്നുണ്ട്. അതാണ് നമ്മൾ മൈനസ് എന്ന് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ വരച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക,
x1 ഒന്നാമത്തെ കൺസ്ട്രെയിൻസിൽ x1 വരുന്നത് എത്രയാണ്? 8 -8 ആണ് വരുന്നത്. അപ്പൊ -8 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി x2 എന്നതിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 12 ആണ് വരുന്നത്. x2 അതായത് x1 നമ്മൾ എല്ലാ സമയത്തും x ആക്സിലാണ് കാണിക്കുക, x2 നമ്മൾ കാണിക്കുന്നത് y ആക്സിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ 12 x2 ആണ്, അതായത് ഇവിടെ വരും. ഓക്കെ, വാല്യൂ ഇവിടെയാണ് വരുന്നത് 12 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോൺ നെഗറ്റീവ് ആയിരിക്കും. x1 x2 വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരുന്നില്ല. എന്താണ്? പോസിറ്റീവ് 0 അല്ലെങ്കിൽ 0യുടെ മുകളിലേക്കാണ് പോവുക എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ റീജിയൻ കാണിക്കുന്ന സമയത്ത് ഈ ഒരു പോസിറ്റീവ് ഈ സൈഡ് മാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ. ഓക്കെ, ഈ മൈനസ് പോർഷൻ നമ്മൾ കാണിക്കുകയില്ല. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ ലൈന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി രണ്ടാമത്തത് x1 എത്രയാണ്? 8 ആണ്. 8 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് 8. ഇനി 6 ആണ് x2 വരുന്നത്. x1 8 ആണ്, x2 വരുന്നത് എത്രയാണ്? 6 ആണ്. അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇതിലേക്ക് നമ്മളൊരു ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത് എന്താണ്? x1 10 ആണ്. x1 10 ആണ് വരുന്നത്. x2 വരുന്നത് എത്രയാണ്? x2 വരുന്നത് -6 ആണ്. അതായത് -6, x2ൽ -6 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് വരിക. അപ്പൊ ഈ 10ൽ നിന്നും -6ഉം 10ഉം ആണ് വരുന്നത്. അതായത് -6 എന്ന് പറയുന്നത് x2ൽ -6 എന്ന് പറയുന്നത് താഴോട്ടാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് x1 4 ആണെന്ന് പറയുന്നുണ്ട്. x1 4 ആണ്. അപ്പൊ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയാണ് 4 വരുന്നത്. അപ്പൊ x1ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 4 ഗ്രേറ്റർ ദാൻ 4 ആണ് കൊടുക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഇവിടെയാണ് ഈ ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇനി ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസുകൾ, ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? -6x1 + 4x2 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 ആയിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഈ ലൈനിൽ കാണിക്കുന്നു. അതേപോലെ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? 86 എന്ന് പറയുന്നത് ഇതാണ്. അതായത് 3x1 + 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നതാണ്, അത് ജസ്റ്റ് നമ്മൾ അവിടെ കാണിക്കുന്നതാണ്. മൂന്നാമത്തേത് 10ഉം -6ഉം വരുന്നത് എന്തായിരുന്നു? 3x1 - 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ 4 തന്നത് എന്താണ്? ഇവിടെ 4 തന്നത് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഈ ലൈനിൽ കാണിക്കുന്നു. ഓക്കെ, ഇത്രയും കാണിച്ചു കഴിഞ്ഞാല് ഇനി നമ്മൾ ഇതിന്റെ ഫീസിബിൾ റീജിയൻ കാണാം. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ ഒന്നാമത്തെ കൺസ്ട്രെയിൻ വരുന്നത് എന്താണ്? -6x1 + 4x2 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 ആണ്. ഇവിടെ -8ലാണ് ഇവിടെ പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ മൈനസ് എന്ത് ചെയ്യില്ല, നോൺ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ ആണ് വരിക ഏതില്? x1 x2 എന്നതില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈനസ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നില്ല. ഈ ഫസ്റ്റ് പാർട്ടിൽ മാത്രമാണ് എന്ത് വരും? നമ്മുടെ റീജിയൻ, ഫീസിബിൾ റീജിയൻ കാണിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. 6x1 + 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 എന്നാണ് പറഞ്ഞത്. അപ്പൊ x1 -8 ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ നമ്മൾ x2 എന്നതിന്റെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും? -6x1 ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 എന്നാകും. അപ്പൊ ഇവിടെ നമ്മൾ -x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും? 8 എന്ന് കൊടുക്കാൻ പറ്റും. അതായത് ഈ 6 ഇവിടെ 6 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ -6x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 48 എന്നാകും. ഇനി ഇവിടെ -x1 ഒരിക്കലും വരുന്നില്ല. x1 ഒരിക്കലും മൈനസ് ആവുകയില്ല, അത് പോസിറ്റീവ് ആണ് വരേണ്ടത്. അപ്പൊ പോസിറ്റീവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഈ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിപ്പോവും? പ്ലസ് ആയിപ്പോവും. അപ്പൊ x1 ആകും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്? സൈന് മാറ്റുന്ന സമയത്ത് അത് എങ്ങനെ കൺവേർട്ട് ആകും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാകും. ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് മാറും? -8 എന്നായിട്ട് മാറും. അപ്പൊ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8 എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറും. ഓക്കെ, ഒന്നാമത്തെ കൺസ്ട്രെയിൻസിൽ നമ്മൾ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അപ്പൊ മൈനസ് പോർഷൻ നമ്മൾ കാണിക്കുന്നില്ല, ഇവിടെയാണ് കാണിക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. അതായത് -8 ഇതാണ്. ഇതിന്റെ കൂടുതൽ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അതിന്റെ റീജിയൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ മൈനസ് വന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വന്നത്? കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇനി രണ്ടാമത്തെ നമ്മുടെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? 3x1 + 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ആണ്. ഗ്രേറ്റർ ദാൻ ആണ് പറയുന്നത്. ലെസ് ദാൻ ആണെങ്കിൽ ഇത് താഴോട്ടേക്കാണ് നമ്മൾ കാണിക്കുക. ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ ഈ രീതിയിൽ മുകളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ റീജിയൻ വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഇതിന്റെ റീജിയൻ വരിക.
ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് 10 അതേപോലെ -6 ആണ്. ഇവിടെ ഈ -6 വരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇതിന്റെ കൺസ്ട്രെയിൻസ് എന്താണ്? 3x1 -5x2 < 30 എന്നുള്ളതാണ്. ഇവിടെ x2 എന്നുള്ളത് -6 ആണ്. അപ്പൊ -6ന്റെ എന്താണ് നമ്മൾ ഇതിലേക്ക് റീജിയൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 3x1 എന്നുള്ളത് x1 0 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? -6x2 < 30 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ -5 ഇവിടെ 30 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ജസ്റ്റ് മാറ്റി കൊടുക്കുന്നു. -x2 < 6 എന്ന് കിട്ടും. അതായത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 5 ആണ്, ഇവിടെ 30 ആണ്. അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -x2 < 6 എന്നായിട്ട് മാറും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് x2 ഒരിക്കലും മൈനസ് ആകാൻ പാടില്ല. അത് നമ്മൾ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ മൈനസ് കൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്തായി പോകും? ഇവിടെ +2 ആവും. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പൊ x2 എന്നായിട്ട് മാറും. ഇനി ലെസ് ദാൻ എന്നുള്ളത് ഏതിലേക്ക് കൺവേർട്ട് ആവും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എന്നതിലേക്ക് മാറും. ഇനി 6 എന്നുള്ളത് എന്താവും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 എന്നായിട്ട് മാറും. അപ്പൊ x2 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6 ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ ആണ്. x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അതിന്റെ റീജിയൻ ഇതേ രീതിയിൽ വരും. കാരണം എന്താണ്? ഈ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ കാണിക്കുന്നില്ല, ഇങ്ങോട്ടേക്കുള്ളത്. അപ്പൊ ഇതിന് മുകളിലേക്ക് വരുന്നത്, അതായത് -6ന് മുകളിലേക്ക് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതേ രീതിയിലാണ് ഇതിന്റെ റീജിയൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ x1 > 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ആണ്, 4നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് 4നേക്കാൾ കൂടുതൽ വരുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ഇതേ രീതിയിൽ എന്ത് ചെയ്യും? ഇതിന്റെ റീജിയൻ വരും. ഓക്കെ, ഇനി നമ്മൾ കാണിക്കേണ്ട എന്താണ്? ഇതിന്റെ ഫീസിബിൾ റീജിയൻ കാണിക്കണം. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്നതാണ്. എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്താണ്? ഈ ഒരു ഏരിയ ആണ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത്. ഇത്രയും ഏരിയ ആണ് വരുന്നത്, എല്ലാത്തിലും കൂടി കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇതിനൊരു അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഇതിലില്ല. ആ ഒരു സംഭവം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷൻ ആണ്, അതായത് ഇതിന് മുകളിലോട്ടാണ് എല്ലാത്തിന്റെയും വരുന്നത്. അപ്പൊ ഇവിടെയാണ് ഒരു കോമൺ സ്പേസ് വരുന്നത്. ഈ കിട്ടിയിരിക്കുന്ന ഫീസിബിൾ റീജിയന്റെ ഓരോ പോയിന്റുകളും നമ്മൾ നെയിം ചെയ്യുന്നു. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഈ പോയിന്റിന് എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ബി, നെക്സ്റ്റ് ഇവിടെ വരുന്നത് സി ആണ്, ഇവിടെ എന്തുണ്ട്? ഡി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ വരുന്ന വാല്യൂസ് എ എന്ന് പറയുന്ന പോയിന്റിൽ x1 എത്രയാണ്? 4 ആണ്. x2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഓക്കെ, നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ x1 എത്രയാണ്? 4 ആണ്. x2 എന്ന് പറയുന്നത് എത്രയാണ്? x2 എന്ന് പറയുന്നത് 3 ആണ്. 3 ആണ് വരുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിൽ x1 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ഇനി x2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിൽ x1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. x2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളൊരു ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ വരക്കുക. അതിൽ ഒന്നാമത്തെ പോയിന്റ്, അതായത് പോയിന്റ് എ ബി സി ഡി, ഇത്രയാണ് പോയിന്റ് വരുന്നത്. ഇനി x1ന്റെ വാല്യൂ 4 ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ x2ന്റെ വാല്യൂ എത്രയാണ്? 18 ആണ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ x1ന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇനി x2ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇവിടെ x2ന്റെ വാല്യൂ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ് വരുന്നത്? x1 8 ആണ്, x2 എന്താണ്? 0 ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ x1 10 ആണ്, x2 എന്താണ്? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ z വാല്യൂ കണ്ടെത്തുന്നതാണ്. അതായത് 600 × x1 + 400 × x2 കണ്ടെത്തുന്നു. അതായത് ഇവിടെ 600 × 4 + 400 × 18 നമ്മൾ കണ്ടെത്തുന്നു. 4 × 600 പ്ലസ് എന്ത് വരും? 18 × 400 വരും. അപ്പൊ ഇവിടെ 9600 നമുക്ക് കിട്ടും ആൻസർ. ഓക്കെ, ഇതേപോലെ നമ്മൾ അടുത്തത് കാണുന്നു. 600 × 4 + 400 × 3 കണ്ടു കഴിഞ്ഞാൽ 2800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് എന്താണ്? x1 8 ആണ്, x2 0 ആണ്. അപ്പൊ അത് 0 ആയി പോകും. അപ്പൊ 600 × 8 എത്ര വരും? 4800 എന്ന് കിട്ടും. അടുത്തതിൽ 10 × 600, ഓക്കെ, എന്ന് പറഞ്ഞാൽ 6000 കിട്ടും. അതായത് ഇവിടെ 400 × 0 ആണ്. അപ്പൊ അത് 0 ആയി പോകും. ഇത്രയുമാണ് ഇതിന്റെ z വാല്യൂസ് വരുന്നത്. ഇനി നമ്മൾ ഒപ്റ്റിമം പോയിന്റ് കണ്ടെത്തണം. ഒപ്റ്റിമം പോയിന്റ് കണ്ടെത്താൻ ഇവിടെ എന്തായിരുന്നു? മിനിമൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, മിനിമൈസ് z is equal to 600 x1 + 400 x2 എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. മിനിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കോസ്റ്റ് ആണ്. അപ്പൊ ഏറ്റവും കുറവ് വരുന്ന ഏതാണോ അതാണ് ഒപ്റ്റിമം പോയിന്റ്. അപ്പൊ ഇവിടെ ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ് ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ഒപ്റ്റിമം പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒപ്റ്റിമം പോയിന്റ്
ഈസ് ഈക്വൽ ടു ബി ആണ്. അതായത് ഇവിടെ എന്താണ് 2800 ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. 2800 ആണ് ഇവിടെ ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഒപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത് 2800 ആണ്. ഓക്കെ, 4 യൂണിറ്റ് ഓഫ് x1 ആൻഡ് 3 യൂണിറ്റ് ഓഫ് x2. ഓക്കെ, 4 യൂണിറ്റ് ഓഫ് x1 ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് x2. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഒപ്റ്റിമൈസ് എന്തായിരുന്നു, മാക്സിമൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്, മിനിമൈസ് ആണ്. അതുമല്ല, ഇവിടെ നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു പ്രോബ്ലം എടുത്തുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ലീനിയർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.